4 മാർക്കിൻ്റെ ട്രിഗ്നോമെട്രിയിലൊരു ചോദ്യമാണ്. മുന്നേ ഇത് വന്നിട്ടുള്ളതാണ്. ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈക്വൽസ് 90 ഡിഗ്രി, ബി സി ഈക്വൽസ് 1 സെൻറ്റിമീറ്റർ, സൈൻ എ ഈക്വൽസ് ഹാഫ്. വാട്ട്സ് ദ ലെങ്ത് ഓഫ് എ സി? അതാ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എ സിയുടെ നീളം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വാട്ട്സ് ദ ലെങ്ത് ഓഫ് എ ബി? എ സി മാത്രമല്ല, എ ബി. പിന്നെ വാട്ട്സ് ദ മെഷർ ഓഫ് ആംഗിൾ എ? എയുടെ മെഷർ എത്ര? സൈൻ 60 എത്ര? ഇവിടെ നോക്കിക്കേ, സൈൻ എ 1/2. സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഇവിടെ എത്ര? 2 എന്ന് കിട്ടി. അപ്പം ഇവിടെ നോക്കിക്കേ, വാട്ട്സ് ദ ലെങ്ത് ഓഫ് എ സി? എ സി നമുക്ക് 2 എന്ന് കിട്ടി. ഇനി ഇത് 30, 60, 90 ട്രയാങ്കിളാണ്. ഇത് 90, ഇത് ഏതാണോ 30, 60 നമുക്ക് കണ്ടുപിടിക്കാം. 30, 60, 90 ട്രയാങ്കിൾ റേഷ്യോ ദ സൈഡ്സ് 1:√3:2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1/2 ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ, അല്ലേ? അപ്പം 1ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് 30 ആയിരിക്കും. 30 ഡിഗ്രി ആംഗിളിൻ്റെ എന്താണ്? 30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 1ഉം 90യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ 1ൻ്റെ ഡബിളും ആയിരിക്കും. അപ്പോൾ ഇത് 90. അപ്പോൾ 30യും 90യും പോയി കഴിഞ്ഞാൽ ഇത് എത്ര? 60 ഡിഗ്രി, അല്ലേ? അപ്പോൾ നമുക്കിനി ആൻസറൊക്കെ എഴുതി ഇവിടെ. അപ്പം 1ഉം 2 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? √3. നോക്കേ, 1:√3:2. 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിനും ആൻസർ ചെയ്താൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? എ സിയുടെ ലെങ്ത് എത്ര? 2. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി? എ ബിയുടെ ലെങ്ത് എത്ര? √3. വാട്ട്സ് ദ മെഷർ ഓഫ് ആംഗിൾ എ? എ ഈക്വൽസ് 30 ഡിഗ്രി. സൈൻ 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ആൻസർ കിട്ടും? √3/2. ഇപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ ആയില്ലേ? ഓക്കെ.